അമ്മ ഇവിടെ എന്തൊക്കെയാ നടക്കുന്നേ ഒന്നും മനസ്സിലാവുന്നില്ല. നീ വാ, അപ്പൊ എല്ലാം നിനക്ക് മനസ്സിലാവും. ആലോചിച്ച് നിൽക്കാൻ സമയമില്ല. ബാങ്കുകാർ ഇപ്പൊ വീട് പൂട്ടി സീൽ ചെയ്യും. വാ മോളെ, വാ. നിന്റെ കഴുത്തില് ജയേഷ് ഇവിടെ വെച്ച് താലി കെട്ടാൻ പോവാ. അതിനുള്ള ഒരുക്കങ്ങളായതൊക്കെ. അതാ നിന്നോട് രാവിലെ തന്നെ കുളിച്ച് റെഡിയാവാൻ പറഞ്ഞേ. ഇനി ഏതായാലും ഒരുക്കങ്ങളൊക്കെ ഇത് മതി. ഒരു ചെറിയ ചടങ്ങ് ഈ വിളക്കിന് മുന്നിൽ വെച്ച് താലികെട്ട് നടക്കട്ടെ. അമ്മ അമ്മ എന്താ അമ്മ ഈ പറയുന്നേ? അങ്ങനെ 4 ആളെ വിളിച്ചുകൂട്ടി ആഡംബരത്തിലൊന്നും വേണമെന്ന് ഞങ്ങൾക്കും ഉണ്ടായിരുന്നില്ല. പിന്നെ നിങ്ങളുടെ ഈ സ്ഥിതിയും. ചടങ്ങ് നടക്കട്ടെ. അമ്മ എന്റെ അനുവാദം ഇല്ലാതെ. അനുവാദോ? എന്തിനാടി നിന്റെ അനുവാദം? ഈ കുഞ്ഞുൾപ്പെടെ മുങ്ങിച്ചാവാൻ പോവുക. അപ്പൊ രക്ഷപ്പെടാൻ കിട്ടിയ ഒരു കച്ചുതുരുമ്പ ഇത്. കെട്ടിയ കച്ചുതുരുമ്പി പിടിച്ച് രക്ഷപ്പെടണം. അതാ ഇനി വേണ്ടത്. നീ മാത്രമല്ലേ രക്ഷപ്പെടുന്നേ? ഈ കുഞ്ഞിനെയും പെറ്റ തള്ളയും മുങ്ങിച്ചാവാതെ പിടിച്ചു കയറ്റാനുള്ള ചുമതല നിനക്കുണ്ട്. അമ്മ ഞാനിതിന് സമ്മതിക്കില്ല. എനിക്കിത് പറ്റില്ല. പറ്റില്ലേ? പിന്നെ ഈ നിമിഷം ഈ വീട് വിട്ട് ഇറങ്ങേണ്ടി വരും. എവിടെ പോവാനാ ഈ കൊച്ചിനെയും കൊണ്ട്? അതിന് നീ വല്ല വഴിയും കണ്ടുവച്ചിട്ടുണ്ടോ? ജയേഷേ, താലിയെടുക്ക. ചടങ്ങ് നടക്കട്ടെ. പറ്റില്ല എന്ന് പറഞ്ഞ പറ്റില്ല. പറ്റും. ഞാൻ തീരുമാനിച്ചു.
ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇവിടെ വച്ച് നിന്റെ കഴുത്തി ജയേഷ് താലി കെട്ടിയിരിക്കും. ഞാൻ സമ്മതിക്കില്ല. നിന്റെ സമ്മതം ഇനി ആർക്കും വേണ്ടടി. അമ്മേ കരയില്ലേ അമ്മേ? അമ്മ സാരല്ല പോട്ടെ. അമ്മേ കരയില്ലേ അമ്മേ? മോളെ, അമ്മേ കരയില്ലേ? മോളെ മോളിങ് വന്നേ വാ. ഞാൻ മാറില്ല. അമ്മയുടെ കഴുത്തിൽ ജയേഷ് താലി ഇട്ടാൻ ഞാൻ സമ്മതിക്കില്ല. മോളിങ് വാ. സമയം പോകുന്നു. ആ കൊച്ചിനെ പിടിച്ച് മാറ്റി വന ചേച്ചി. മോളിങ് വാ. ഞാൻ വരില്ല. വരാനാ പറഞ്ഞേ. വിടാൻ എന്റെ മോളെ, വിടാൻ. ഞാൻ വരില്ല. വാ മോളെ. അമ്മയുടെ കഴുത്തിൽ അരുണെങ്കിലും താലി കിട്ടിയാ മതി. മാറി നിക്കടി. ഞാൻ മാറില്ല. എന്നെ വീട്. അശ്വതി ജയേഷേ, എന്റെ മോളെ വിടാൻ. കൊച്ചിനെ ഇവിടെ. ഈ കൊച്ചു വലിയ ശല്യമായാലോ. അതിനെ പിടിച്ച് മുറിയിൽ അടക്കി ജയേഷേ. എന്നെ വീട്. ഞാൻ മാറില്ല. വിട്. എന്നെ വീട്. ഞാൻ മാറില്ല. അശ്വതി, എന്നെ വീട്. ഞാൻ മാറില്ല. മോളെ, മാറി. അയ്യോ, വരാനാ മോളെ. പറഞ്ഞെ? അമ്മേ. മോളെ വിടാൻ പറ. വീടാൻ അയ്യോ, പറ അമ്മേ. മാറി. മോളെ വിടാൻ. വീടാൻ പറ. വരാൻ. വീട്. മോളെ, വരാനാ പറഞ്ഞത്? മോളെ. വരാൻ. എടാ, മോളെ വിടാൻ. അമ്മ വിടന്നെ. ഇങ്ങോട്ട് വരാനല്ലേ നിന്നോട് പറഞ്ഞത്? മാറ്. മോളെ, മോളെ, നിക്ക് മോളെ. മോളെ വിട്. പറയുന്ന കേക്ക്. നടക്ക്. കൂട്ടിയിടല്ലേ. മോളെ, അശ്വതി മോളെ. മോളെ. എനിക്ക് അമ്മ എടുത്ത് വരാൻ. പോണം. ഇങ്ങോട്ട് വാ. അമ്മേ, എന്നെ വീട്. നടക്ക്. വിടമ്മേ, മോളെ. വരാൻ. അവളെ ഇങ്ങോട്ട് വാ. ഉപദ്രവിക്കില്ലെന്ന് പറ. അവളൊന്നും ചെയ്യില്ലേ. മോളെ, മോളെ. ഇങ്ങോട്ട് വാ. വിടമ്മേ. ഞാൻ പറയുന്ന കേക്ക്. നടക്കങ്ങോട്ട്. എന്നെ വീട്. വിടമ്മേ. ഞാൻ പറയുന്ന കേക്ക്. എന്റെ മോളെ. ജയേഷ്. ഞാൻ പറയുന്ന കേക്ക്. മോളെ, നീ ഒന്ന് അടങ്ങി നിക്ക് മോളെ. ഞാൻ പറയുന്ന കേക്ക്. എന്നെ വീട്. അനങ്ങാതെ അവിടെ കിടന്നോളാം നീ. അടയ്ക്കല്ലേ. വാതില് തുറക്ക്. അമ്മേ. മിണ്ടായിരിക്കും കൊച്ചെ. വാതില് തുറക്ക്. എന്റെ മോളെ എവിടെ? എനിക്ക് എന്റെ അമ്മയെ കാണണം. അതേ ഈ വാതിലൊന്ന് തുറക്കാൻ. എന്റെ മോളെ. നീ ഒന്ന് അടങ്ങി നിക്ക് മോളെ. മുത്തശ്ശി വാതില് തുറക്കാൻ പറ. തുറന്നതാ അമ്മേ. മിണ്ടായിരിക്കും കൊച്ചെ. അമ്മ അവള് പേടിക്കും. അശ്വതി ദാ അവിടെ വന്നിരിക്കെ. വിട്. വന ചേച്ചി താലിയിട്ട് നടക്കട്ടെ. നിന്നോട് ഇരിക്കാനാ പറഞ്ഞത്. ഇല്ല, ഞാൻ അവിടെ ഇരിക്കയില്ല. ഇത് നടക്കയില്ല. അശ്വതി നമ്മുടെ സ്ഥിതി എന്താണെന്ന് അറിയാലോ. പുറത്ത് ജപ്തി ചെയ്യാൻ എല്ലാവരും നിക്ക. സമയം കളയാനില്ല. അവിടെ ചെന്ന് ഇരിക്കാനാ പറഞ്ഞത്. ഇല്ല, എന്നെ കൊന്നാലും ഞാൻ ഇതിന് സമ്മതിക്കില്ല. എടീ, വാടി ഇവിടെ. വരാനാ പറഞ്ഞത്. ഇല്ലമ്മ, എന്നെ വിട്. ഇല്ലമ്മ, വാടി ഇവിടെ. വരാനാ പറഞ്ഞത്. ഇല്ലമ്മ, എടി വരാൻ. വരില്ല. വരാനാ ഞാൻ പറഞ്ഞേ. വരാനാ പറഞ്ഞത്. വാടി ഇങ്ങോട്ട്. വാടി. വന്നിരിക്കും. ഇല്ലമ്മ, അവിടെ ഞാൻ സമ്മതിക്കില്ല. ഇരിക്കടി അവിടെ. ഇരിക്കാനാ പറഞ്ഞത്. ഇരിക്കടി അവിടെ. നീ ഇവിടെ നിന്ന് എണീറ്റ
പിന്നെ ഞാൻ ഒന്നും നോക്കില്ല. അമ്മ ഇനി എനിക്ക് ജീവിച്ചിരിക്കണ്ട. ഈ നിലവിളക്ക് സാക്ഷിയായിട്ട് ഞാൻ പറയാ, ഞാൻ ഇവിടെ കെട്ടി തൂങ്ങും. ജേഷേ പോയിരിക്കും. ചടങ്ങ് നടക്കട്ടെ. അമ്മ വേണ്ട, വേണ്ട, ഇരിക്കണമ്മ. എനിക്ക് പോണം. അമ്മ അമ്മ ഒന്ന് മനസ്സിലാക്കമ്മ. താലി കെട്ടടാ. ഇല്ല, വിട്. ഇല്ല. എടി, ഇരിക്കടി അവിടെ. അമ്മ, മാറ്. എടി, ഇരിക്കാനാ പറഞ്ഞത്. വീടിനോട് ഇരിക്കാനാ പറഞ്ഞത്. ഇരിക്കടി അവിടെ. പറഞ്ഞ്, വിട്. ഇല്ലെന്ന് പറഞ്ഞില്ലേ? വിട്. നീ അത്രയ്ക്കായോ? നിനക്ക് ഞാൻ കാണിച്ചു തരാം. നീ അനുസരിക്കില്ല അല്ലേ? അമ്മ, അമ്മ എന്താ കാണിക്കുന്നേ? അമ്മ, നിന്നെ ഞാൻ ഇത്രയും വളർത്തി വലുതാക്കിയിട്ട് അയ്യോ അമ്മ. വേണ്ട, നീ ശ്ശെ, സമ്മതിക്കില്ല. അമ്മ, അമ്മ എന്താ കാണിക്കുന്നേ? അമ്മ ഇറങ്ങമ്മേ. മാറി നിൽക്ക അങ്ങോട്ട്. മോനെ തുടർ തന്നെ. അമ്മ ഞാൻ പറയുന്നൊന്ന് കേക്ക്. വേണ്ടമ്മ. ഈ വീട് നഷ്ടപ്പെടുത്തിയിട്ട് പിന്നെ എന്തിനാ ഞാൻ ജീവിക്കുന്നത്? അമ്മ താഴെ ഇറങ്ങമ്മേ. ഞാൻ പറയുന്ന കേക്ക്. താഴെ ഇറങ്ങ. ഞാൻ താഴെ ഇറങ്ങണമെങ്കിൽ ഈ നിമിഷം ഈ താലികെട്ട് നടക്കണം. ഇല്ലെങ്കിൽ ഇവിടുന്ന് എടുക്കാൻ പോകുന്നത് എന്റെ ജഡോ. എന്റെ തീരുമാനത്തിൽ ഇനി ഒരു മാറ്റവും ഇല്ല. അമ്മ ഒന്ന് കേക്ക്. താഴെ ഇറങ്ങ. അമ്മ, അമ്മ ഞാൻ പറയുന്നൊന്ന് കേക്കമ്മേ. ഈ വീട് നിന്റെ അമ്മയും വേണമെന്ന് നീ തീരുമാനിക്കേ. നീ അവിടെ വന്നിരിക്കും. നിന്നെ കൊല്ലാനൊന്നും അല്ലല്ലോ, താലി കെട്ടാനല്ലേ. അമ്മ, എന്റെ തീരുമാനത്തിൽ മാറ്റമൊന്നുമില്ല. ഒന്നുകിൽ വിവാഹം, അല്ലെങ്കിൽ എന്റെ മരണം. രണ്ടിലൊന്ന് ഈ വീട്ടിൽ നടന്നിരിക്കും. വാടി ഇങ്ങോട്ട്. വന്നേ ഇങ്ങോട്ട്. വാടി ഇങ്ങോട്ട്. ഇരിക്ക്. ഇരിക്കാൻ. ഇരിക്കടാ. താലിയിട്ട്.
നീ ആരുടെ എന്റെ കല്യാണം അറിയാൻ ഏയ്. ഞാൻ കയ്യാങ്കളിയൊന്നും വേണ്ട, അവിടെ അടങ്ങി നിൽക്ക്. അയ്യോ സാർ, എന്താ കാണിക്കുന്നേ? അമ്മ വേറെ താഴെ ഇറങ്ങ. അമ്മ താഴെ ഇറങ്ങ. എന്തായി കാണിക്കുന്നത്? മരിക്കണം. എന്റെ വീട്. ഇറങ്ങിക്ക്. താഴെ ഇറങ്ങ. ഇങ്ങോട്ട് ഇറങ്ങ്. നീ എന്നെ ഇപ്പൊ രക്ഷിക്കല്ലേ ചെയ്തത്? അടുത്ത നിമിഷം ഇവിടെ ഒരു കൂട്ട ആത്മഹത്യ നടക്കും. കൂട്ട ആത്മഹത്യയോ? എന്തിന്? നീ ഈ വിവാഹം തടഞ്ഞു. ഇല്ലെങ്കിൽ എന്റെ വീട് ജപ്തിന്ന് രക്ഷപ്പെട്ടെന്നെ. ആദ്യം നിന്റെ ചേട്ടൻ അരുണ എന്റെ മോളെ ചതിച്ച്. ഒടുവില് നീയും നിന്റെ ഭാര്യ. നീ ഇപ്പൊ ചതിച്ചതേ നിന്റെ കുടുംബത്തിലെ ചോരയെ തന്നെ, ശ്രീകുട്ടിയെ. ഇനി ഈ വീട് നഷ്ടമായ അശ്വതിയും ശ്രീകുട്ടിയും ഞങ്ങൾ മൂന്നാളും പിന്നെ ഉണ്ടാവില്ല. അത് ഉറപ്പാ. എടാ 15 ലക്ഷം രൂപ ഈ നിമിഷം ഞാൻ ബാങ്കുകാർക്ക് പേ ചെയ്യാനിരുന്നതാ. അതെ, നീയും നിന്റെ ഭാര്യയും കാരണം ഇല്ലാതായി. ഇനി ഞാൻ ആ ക്യാഷ് പേ ചെയ്യണമെങ്കിലേ നീയും ഇവളും കൂടി എന്റെ വിവാഹം നടത്തി തരണം. നടന്നു തന്നെ. എന്താണ് പറഞ്ഞേ? സസ്പെൻഷനിലായ SI വെറുതെ വരട്ടാൻ നിക്കല്ലേ. ആ IG-യുടെ കാല് പിടിച്ച് എങ്ങനെയെങ്കിലും തൊപ്പി തിരിച്ചെടുക്കാനുള്ള വഴി നോക്ക്. ഇവിടെ നിന്ന് പ്രശ്നം ഉണ്ടാക്കിയ ആ വഴിയും അടയും, മറക്കണ്ട. ഇറങ്ങ്, പുറത്തിറങ്ങ്. എടാ, എന്നെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ നിനക്കെന്താണ് അധികാരം? ഈ നിൽക്കുന്നത് എന്റെ ഏട്ടൻ താലി കെട്ടിയ പെണ്ണായതുകൊണ്ട്. പിന്നെ ഇവിടെ ഉള്ളത് എന്റെ ഏട്ടന്റെ, ഞങ്ങളുടെ കുടുംബത്തിലെ മോളായതുകൊണ്ട്. ആ അധികാരം വെച്ച് തന്നെ ഞാൻ പറയുന്ന. അതെ, അധികാരവും അവകാശവും പറഞ്ഞാ പോരാ, അത് പ്രവൃത്തിയിൽ കാണിക്കണം. വീട് ജപ്തിയായപ്പോ സഹായിക്കാനേ ഈ ജയേഷേ ഉണ്ടായിരുന്നുള്ളൂ. ഇക്കാര്യം നമ്മളോട് പറഞ്ഞോ? എന്തിന്? അശ്വതി ചേച്ചെങ്കിലും ജസ്റ്റ് ഒന്ന് ഫോൺ വിളിച്ച് ഞങ്ങളോട് പറഞ്ഞോ? ഇല്ലല്ലോ. ഓ പിന്നെ അങ്ങ് പറഞ്ഞാ മതി, വന്ന് സഹായിക്കുമല്ലോ. സഹായിക്കും, ഉറപ്പായിട്ട് സഹായിക്കും. എന്നാലേ ബാങ്കിന് കൊടുക്കാനുള്ള 15 ലക്ഷം രൂപ ഇങ്ങെടുക്ക്. ഇപ്പൊ എനിക്ക് കിട്ടണം. രൂപ കൊടുത്തു പോയല്ലോ. ആർക്ക് കൊടുത്തെന്നാ? പറ്റില്ലല്ലേ? പിന്നെ ഇവിടെ നിന്ന് വാചകം അടിക്കാതെ ഇവനെ വിളിച്ചോണ്ട് ഇറങ്ങിപ്പോടി. എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങാനാ പറഞ്ഞേ. അമ്മേ, അയ്യോ, സ്വന്തക്കാരെ പറഞ്ഞപ്പോ ഇഷ്ടമാന്നില്ലല്ലേ? അമ്മേ, അമ്മ ഒന്ന് പുറത്തേക്ക് വരൂ. എന്തിന്? ഒന്ന് വാ. അമ്മേ, ഒന്ന് വന്നേ. ശമേ, വാ. വാ.
ജപ്തി നടപടികൾ അവസാനിപ്പിച്ചിരിക്കുന്നു. ഞങ്ങൾ പോവുക.